അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ നമ്മളിന്ന് എടുക്കാൻ പോണ വിഷയമാണ് നമ്മൾ അക്കീദയാണ് ഇതുവരെ എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ 3 പാഠം നമ്മൾ പരിചയപ്പെട്ടു. അങ്ങനെ 4ാമത്തെ പാഠമാണ് ഇത് കേട്ടോ. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മലക്കുകൾ. അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് മലക്കുകൾ. അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് മലക്കുകൾ. അവരെ നമുക്ക് കാണാൻ കഴിയില്ല. മലക്കുകൾക്ക് ഭക്ഷണമോ വെള്ളമോ വേണ്ട. ഉറക്കമോ ക്ഷീണമോ ഒന്നും ഉണ്ടാകില്ല. അവർ എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവരാണ്. അള്ളാഹുവിനെ അവർ എതിരൊന്നും ചെയ്യാറില്ല. അവരുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അവരിൽ ഏറ്റവും പ്രധാനികളാണ് താഴെ പറയുന്നവ കേട്ടോ. അപ്പം മലക്കുകളെ കുറിച്ചിട്ട് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പം അങ്ങനെ താഴെ പറയുന്നവ നോക്കാം അല്ലേ. ഒന്നാമത്തത് ജിബ്രീൽ അലൈഹിസ്സലാം, രണ്ടാമത്തത് മീകായിൽ അലൈഹിസ്സലാം, മൂന്നാമത്തത് ഇസ്രാഫീൽ അലൈഹിസ്സലാം, നാലാമത്തത് അസ്റായിൽ അലൈഹിസ്സലാം. അപ്പം അങ്ങനെ അതങ്ങനെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാകാത്തവർ ഒന്നുകൂടി ജസ്റ്റ് റിപ്പീറ്റ് ചെയ്തിട്ടൊന്ന് കണ്ടാൽ മതി കേട്ടോ. പ്രകാശത്താൽ അള്ളാഹു പടച്ച പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. പ്രകാശത്താൽ അള്ളാഹു പടച്ച പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. തർത്തീബ് പൂരിപ്പിക്കുക അങ്ങനെ എഴുതിയിട്ടുണ്ടാവും പരീക്ഷയ്ക്ക്. മലക്കുകളിൽ ഡാഷ് കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. മലക്കുകൾ എന്തുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്? പ്രകാശം കൊണ്ട് കേട്ടോ. അപ്പം അങ്ങനെ മലക്കുകളിൽ സദാ അള്ളാഹുവിന് വഴിപ്പെടുന്നവരാണ്. നമുക്ക് കാണാൻ കഴിയാത്തവരെ ആരാ? മലക്കുകളെ നമുക്ക് കാണാൻ കഴിയുകയില്ല. അള്ളാഹുവിന് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ അല്ലേ. അപ്പം അങ്ങനെ നമുക്ക് ഇതൊന്ന് പരിചയപ്പെടാൻ ചേരുംപടി ചേർക്കുക. അങ്ങനെ 2 ബോക്സ് ആക്കിയിട്ടുണ്ടാവും. അപ്പം നമുക്ക് അതൊന്ന് മനസ്സിലാക്കാം കേട്ടോ, പരിചയപ്പെടാം. മലക്കുകളിൽ പെട്ടവരാണ് ഇതിലേതാ? മലക്കുകളിൽ പെട്ടവരാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം. നാം പഠിച്ച മലക്കുകളുടെ എണ്ണം ഏതാ? 4. മണ്ണിനാൽ പഠിച്ചവരാരാണ്? ഇതിലാരാ മണ്ണിനാൽ പഠിച്ചവർ? മനുഷ്യരെയാണ് മണ്ണിനാൽ പഠിച്ചത്. മലക്കുകളുടെ എണ്ണം അറിയുന്നത് ആർക്കാണ്? അള്ളാഹുവിന് അല്ലാതെ മലക്കുകളുടെ എണ്ണം ആർക്കും അറിയുകയില്ല കേട്ടോ. അപ്പം അങ്ങനെ മനസ്സിലായില്ലേ? ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ, മലക്കുകളിൽ പഠിച്ചവർ ഇസ്രാഫീൽ അലൈഹിസ്സലാം, ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാം വരും, പിന്നെ മീകായിൽ അലൈഹിസ്സലാം, അസ്റായിൽ അലൈഹിസ്സലാം. അപ്പോൾ ഏതാണെങ്കിലും ആ അലൈഹിസ്സലാമിൻ്റെ പേര് മാത്രമേ എഴുതാൻ പാടുള്ളൂ കേട്ടോ. 3ാമത്തെ ചോദ്യമാണ് വേർതിരിക്കുക. അപ്പം അങ്ങനെ കാണുന്നവ കാണാത്തവ അങ്ങനെ 2 ബോക്സ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇവിടെ കോളങ്ങളിൽ മദ്രസ, ജിന്ന്, മനുഷ്യൻ, മലക്ക്, പേന, പിശാജ് അങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കാണുന്നവ ഇതിലേതാ കാണുന്നവയുള്ളു? മദ്രസ, മനുഷ്യൻ, പേന, ഇവരൊക്കെ നമുക്ക് കാണൂലേ. അപ്പം നമ്മളത് താഴെ കാണുന്ന കോളത്തിൽ എഴുതുക. അപ്പം അതേപോലെ കാണാത്തവ ഏതാ? അതിൽ ജിന്നിനെ കാണാൻ പറ്റുമോ? ഇല്ല. മലക്കുകളെ, പിശാജിനെ. അപ്പം ഒന്നും കാണാൻ പറ്റാത്തതിൽ എഴുതുക കേട്ടോ. 4ാമത്തതാണ് വായിക്കുക. പ്രകാശത്താൽ പടച്ചവരാണ് ആര്? മലക്കുകൾ. പ്രകാശത്താൽ പടച്ചവരാണ് മലക്കുകൾ. ഭക്ഷണമോ വെള്ളമോ വേണ്ടാത്തവരാർക്കാ? മലക്കുകൾക്ക്. അപ്പോൾ എപ്പോഴും അള്ളാഹുവിനെ വഴിപ്പെടുന്നവരാണ് മലക്കുകൾ. ഉറക്കമോ ക്ഷീണമോ ഇല്ലാത്തവരാണ് മലക്കുകൾ. പിന്നെ കാണപ്പെടാത്ത സൃഷ്ടികളാണ് മലക്കുകൾ. അപ്പം അങ്ങനെ അതൊന്നും മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. അപ്പോൾ ഒന്നുകൂടി മനസ്സിലാക്കി തരാം കേട്ടോ. അപ്പം അങ്ങനെ നാം പഠിപ്പിച്ച 4 മലക്കുകളുടെ പേര്, അതായത് ചാർട്ട് തയ്യാറാക്കാനാണ് കേട്ടോ. നാം പഠിപ്പിച്ച 4 മലക്കുകളുടെ പേരാണ് ഇതല്ലേ, മലക്കുകളുടെ പേര്. അപ്പം ഇങ്ങനെ ചാർട്ട് ഒന്ന് എഴുതി വെച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് വേറെ ബുക്കിൽ റഫ് ബുക്ക് ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് പഠിക്കുക കേട്ടോ. ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്റായിൽ അലൈഹിസ്സലാം. അപ്പം അങ്ങനെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അടുത്ത പാഠം നമുക്ക് നാളെ എടുക്കാം കേട്ടോ.